നമസ്കാരം. ഞാൻ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം മറ്റൊന്നുമല്ല, കുറേ നാളുകൾക്ക് ശേഷം എനിക്കിഷ്ടപ്പെട്ടൊരു മത്സ്യം കിട്ടി. മാച്ചാൻ, കടൽ മാച്ചാൻ. നല്ല സൈസുള്ളൊരു മീനായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇതാണ് മാച്ചാൻ, കടൽ മച്ചാൻ. ഇത് നമ്മുടെ പ്രസിദ്ധ യൂട്യൂബ് താരമായ നമ്മുടെ ഒരു സുഹൃത്ത് തന്നതാണ്. അപ്പോൾ അവിടെ നല്ല ഫുൾ മീൻ കിട്ടി. അപ്പോൾ ഇതൊന്ന് കറി വെച്ച് നോക്കാമെന്ന് കരുതി പീസുകളാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ബാക്കി ഈ കറി വയ്ക്കുന്നതിലെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി ഇത് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി എടുക്കണം. തീ കുറച്ച് വയ്ക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികളൊക്കെ ഇടുക. മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൽ. ഇനി തൊലി കളഞ്ഞ തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതോടുകൂടി നമ്മുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇപ്പോൾ ശരിക്കും അതൊന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ചാറിനാവശ്യമായ വെള്ളം ഒഴിക്കുക. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഉണ്ടാകും. ഈ പൊടി പിഴിഞ്ഞിടുക. അതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചതിന് ശേഷം അത് തിളക്കുന്ന വരെ വെക്കുക. അതിനുശേഷം മീൻ കഷ്ണങ്ങൾ ഇടുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ തിളക്കുന്നു. ഇപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ മുഴുവൻ ഇതിലേക്ക് ഇടുക. ഇനി നമുക്ക് അല്പസമയം മൂടി വയ്ക്കാം. അതിനുശേഷം കറി റെഡിയാകുമ്പോൾ കഴിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ മീൻ കറി റെഡി. ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് പറയാൻ നാണോ വേണം. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ബോറായിരിക്കും, ക്ലീഷായി പോകും. നല്ല സോഫ്റ്റായിട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ടേസ്റ്റ് അടിപൊളി. എന്തായാലും എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ മീൻ കറി അത് എപ്പോഴും സൂപ്പർ തന്നെയാണ്. പക്ഷേ ഇതായതുകൊണ്ട് അടിപൊളി. ഐസിലാത്ത ആ മീനിൻ്റെ ആ ടേസ്റ്റ് പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതായാലും കഴിക്കട്ടെ. വീണ്ടും കാണാം.